സംഘർഷം ആരംഭിച്ച് 3 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇരുവിഭാഗവും കടുത്ത ആശങ്കയിലാണ്. ഭാരിച്ച സാമ്പത്തിക ചെലവാണ് രാജ്യങ്ങളെ വലയ്ക്കുന്നത്. ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ പരമ്പര അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആയുധശേഖരം തീർന്നു പോകുന്നത് ഇറാനെയും ആശങ്കപ്പെടുത്തുന്നു. ക്രൂയിസ് മിസൈലുകളായ ഷഹീദ് 136 വൺ-വേ അറ്റാക്ക് ഡ്രോണുകൾ തിങ്കളാഴ്ചയും മിഡിൽ ഈസ്റ്റിലുടനീളം ഇറാൻ തൊടുത്തുവിട്ടു. സമീപ ദിവസങ്ങളിൽ US താവളങ്ങൾ, എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ, സിവിലിയൻ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് നേരെയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, കൃത്യതയുള്ള ബോംബറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇറാന്റെ ആക്രമണം. അതേസമയം ഇറാനിയൻ ഷഹദ്, മറ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തടയുന്നതിൽ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ വൻതോതിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇൻഡസ്പെഷൻ നിരക്ക് കൂടുതലാണ് എന്ന് UAE പറയുന്നു. $20,000, അതായത് 18.4 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡ്രോണുകൾ നശിപ്പിക്കാൻ $4 മില്യൺ, അതായത് 36.87 കോടി രൂപ വില വരുന്നു. വിലമതിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഈ പ്രശ്നം നേരിട്ടിരുന്നു. ഇറാനിലും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും സമാന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വില കുറഞ്ഞ ആയുധങ്ങൾക്കായി കൂടുതൽ സങ്കീർണവും ഭീഷണി ഉയർത്തുന്നതുമായ പ്രത്യായുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് താങ്ങാനാവാത്ത ചിലവ് ഉണ്ടാക്കുന്നുണ്ട്. ജൂണിൽ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാന്റെ ആയുധ ശേഖരത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു. ബ്ലൂംബർഗ് ന്യൂസ് വിശകലനമനുസരിച്ച് ഖത്തറിന്റെ പാട്രിയാറ്റിക് ഇൻഡസ്പെഷൻ മിസൈലുകളുടെ സ്റ്റോക്ക് നിലവിലെ ഉപയോഗ നിരക്കിൽ 4 ദിവസം കൂടി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന് മറുപടിയുമായി ഖത്തർ സായുധ സേനയുടെ കൈവശമുള്ള പാട്രിയറ്റ് ഇൻഡസ്പെഷൻ മിസൈലുകളുടെ ശേഖരം തീർന്നിട്ടില്ലെന്നും ഇവ ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട് എന്നും ഖത്തർ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇസ്രായേലിലുള്ള സംഘർഷത്തിനു ശേഷം ഇറാന്റെ കൈവശം ഏകദേശം 2000 ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ബ്ലൂംബർഗ് എക്കണോമിസ്റ്റിലെ പ്രതിരോധ മേധാവി ബെക്ക വസാറിന്റെ വിശകലനമനുസരിച്ച് മറ്റൊരു പ്രധാന നിർമ്മാതാക്കളായ റഷ്യയ്ക്ക് പ്രതിദിനം 100 കണക്കിന് നിരക്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഷഹദ് മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളും പരസ്പരം ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ചെലവ് ലോകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും എന്നതിന് സംശയമില്ല.